അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ അഴീക്കൽ ബീച്ചിൽ ശുചീകരണം നടത്തി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതിനെതിരെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചു. വന്നപ്പോൾ കുറേ അധികം വേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ മാക്സിമം വേസ്റ്റ് ഞങ്ങളെ കൊണ്ട് പറ്റുന്നത് അത്രയും ഞങ്ങൾ കളക്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നാളെ എന്തുവാകുമെന്ന് അറിയത്തില്ല. പറ്റുന്ന പോലെ ഞങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. അഴീക്കൽ ഗവൺമെന്റ് ഹൈസ്കൂളിലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് അംഗങ്ങളാണ് ബീച്ച് കാർണിവൽ നടക്കുന്ന അഴീക്കൽ ബീച്ചും പരിസരവും ഹരിതകർമ്മ സേനാംഗങ്ങൾക്കൊപ്പം ശുചീകരിച്ചത്. കാരണം ഇത്രയധികം ആളുകൾ വന്നു ചേരുന്ന സ്ഥലത്ത് ഇത്രയധികം വേസ്റ്റുകളും വന്നു കൂടുമ്പോൾ അത് വളരെ പരിസ്ഥിതിക്ക് വളരെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ ഹരിതകർമ്മ സേന ആൽപ്പാട് പഞ്ചായത്തുകാരുടെ ഹരിതകർമ്മ സേന ഉണ്ടെങ്കിലും അവരെ കൊണ്ട് കുറച്ച് ആളുകളേ ഉള്ളൂ. അവരെ കൊണ്ട് ഈ ഇത്രയും ഏരിയ ക്ലീൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ അഴീക്കൽ സ്കൂളിൻ്റെ ഗൈഡ്സ് ആൻഡ് സ്കൗട്ടുകാർ 2 ദിവസത്തെ ക്യാമ്പ് നടത്തുകയാണ് സ്കൂളിൽ. ആ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ പരിസ്ഥിതിക്ക് ഒരു പരിസ്ഥിതി സംരക്ഷണം എന്നുള്ള രീതിയിൽ രാവിലെ 5 മണിക്ക് 4 മണിക്കൊക്കെ ജോലി തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം രാത്രി 8 മണി വരെ ജോലി ചെയ്യേണ്ട അവസ്ഥ നമ്മൾ വന്നിട്ടുണ്ട്. ഇതുപോലുള്ള സ്കൂൾ കുട്ടികളൊക്കെ വന്ന് 1 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ സഹായമായിരിക്കും. വലിയ സഹായം. ഇന്നലെയൊക്കെ ഞങ്ങൾ 3 മണി സമയത്തേക്കാണ്, വൈകുന്നേരം 3 മണി സമയത്താണ് ഞങ്ങൾ ചോറുണ്ടതൊക്കെ. പ്ലാസ്റ്റിക് മാലിന്യങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തി പോസ്റ്ററുകളും പതിച്ചു. ക്രിസ്മസ് അവധിക്കാലത്ത് വിനോദങ്ങൾക്കും ആഘോഷങ്ങൾക്കുമൊപ്പം ഇത്തരം പ്രവർത്തനങ്ങളിലൂടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിദ്യാർത്ഥി സമൂഹത്തെ പരുവപ്പെടുത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പരിപാടി സംഘടിപ്പിച്ചത്. അഴീക്കൽ ഫെസ്റ്റിൻ്റെ ഭാഗമായി നടക്കുന്ന ഇവിടുത്തെ പ്രവർത്തനങ്ങളിലുണ്ടാകുന്ന വേസ്റ്റുകളെല്ലാം മാറ്റം ചെയ്യാനും നീക്കം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഴീക്കൽ അധ്യാപകരോട് എത്തിച്ചേർന്നിട്ടുള്ളത്. PTA പ്രസിഡന്റ് ലിജിമോൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സജിക്കുട്ടൻ, മനോജ് അഴീക്കൽ, സ്കൗട്ട് മാസ്റ്റർ കമലം, ഗൈഡ്സ് ക്യാപ്റ്റൻ സുജാരാജ്, അധ്യാപകൻ മുഹമ്മദ് സലീം ഖാൻ എന്നിവർ നേതൃത്വം നൽകി. ഹരിതകർമ്മ സേനയുടെ സഹായമെന്ന നിലയിൽ തന്നെ കുട്ടികൾക്കുണ്ടാവുന്ന തരത്തിൽ ഇവിടുത്തെ മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുവാനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ലഘുലേഖകൾ പോലുള്ള ഇതുപോലുള്ള ലഘുലേഖകൾ നമ്മുടെ കുട്ടികളുടെ നിർദ്ദേശപ്രകാരം ഇതുപോലെ തയ്യാറാക്കിയിട്ടുള്ള ലഘുലേഖകൾ ഇവിടെ എല്ലാം സ്ഥാപിക്കുകയും വരുന്ന ജനങ്ങൾക്ക് ഇതൊരു അവയർനെസ്സായി കണ്ട് അടുത്ത ദിവസങ്ങളിലും ഈ വേസ്റ്റുകൾ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൻ്റെ സാഹസിക നീന്തൽ താരവും ഗിന്നസ് വേൾഡ് ജേതാവുമായ ഡോൾഫിൻ രതീഷും വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. അഴീക്കൽ സ്കൂളിലെ കുട്ടികൾ കൂടെ നമുക്ക് ഇതിനകത്ത് ചേർന്നത് ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഇങ്ങനെയുള്ള കുട്ടികൾ കൂടെ വന്ന് അല്ലെങ്കിൽ കോളേജ് സ്കൂൾ തലത്തിലുള്ള ആൾക്കാർ കൂടെ വന്ന് നമുക്കിങ്ങനെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇല്ലെങ്കിൽ ക്ലീനിങ് പ്രോസസ്സ് ചെയ്താൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.